ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് UAE അലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജബ്ലഫീത്ത് എന്ന് പറയുന്ന മലയുണ്ട്. അതിന് മേളിലേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ UAE ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ചേഞ്ചായി തുടങ്ങി. അപ്പോൾ നമുക്കിതിന് മേലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പായി തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചതാണ്. ഈ പ്രാവശ്യം നമ്മൾ പോകുന്ന സമയത്ത് തീരെ പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ ആ ദൂരെ കാണുന്ന ലൈറ്റ്സ് കാണുന്നതാണ് മല. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചുരം പോലെ വളഞ്ഞ് തിരിഞ്ഞ റോഡാണ്. അപ്പം നമ്മൾ അതിന് മേലെ കുറച്ച് ദൂരം പോകാനുണ്ട്. അതിന് മേലെ എത്തിക്കഴിഞ്ഞാലാണ് താഴേക്കുള്ള വ്യൂവും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റോഡ് കണ്ടില്ലേ, ആ ഒരു റോഡിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് UAE ഇങ്ങനെയൊക്കെയാണ് കുറേ എന്താ പറയുക, നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറവാണ്. ഡെസേർട്ടാണല്ലോ ആക്ച്വലി. അപ്പോൾ അത് കാരണം ഇവിടെ ഇതിന് മേലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന കുറച്ച് വ്യൂവും പിന്നെ അവിടെ ഒരു ചെറിയൊരു പാർക്കും ഒക്കെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ മെയിനായിട്ട് ഇവിടെ എല്ലാവരും പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ള പേർപ്പസ്. ഇപ്പം നമുക്ക് UAE അധികം തണുപ്പൊന്നും തുടങ്ങിയിട്ടില്ല. നോർമൽ ക്ലൈമറ്റാണ്, ചൂടുമില്ല തണുപ്പുമില്ല, ആ ഒരു ക്ലൈമറ്റിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം ഇതിന് മേലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല തണുത്ത ക്ലൈമറ്റ് എൻജോയ് ചെയ്യാമല്ലോ എന്നുള്ളതാണ് നമ്മൾ മെയിൻ. പോയി അവിടെ എത്തി കുട്ടികളെല്ലാം ഇവിടെ പാർക്കിൽ കളിക്കാൻ തുടങ്ങി. അവർക്ക് അതാണല്ലോ എൻജോയ്മെൻറ്റ്. അപ്പം അങ്ങനെ അവർ ഫുള്ള് അതിലൊക്കെ കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പാർക്കിൽ. എന്നാലും അവർ നല്ല ഹാപ്പി ആയിരുന്നു. അതിലൊക്കെ കയറി കളിച്ചു, പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. എല്ലാവരും അത്യാവശ്യം ജാക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത്. കാരണം അവിടുത്തെ ഒരു ക്ലൈമറ്റ് ആ ഒരു സമയത്ത് തണുപ്പ്, പക്ഷേ വിചാരിച്ച അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും മക്കൾക്കൊക്കെ അത്യാവശ്യം ഫുൾ കവേർഡായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മളൊരു ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. താഴോട്ടേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അതിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്സ് തന്നെയാണ്. ദൂരത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിയുടെ ഒരു വ്യൂ കാണാം. അപ്പം ഓരോരോ സ്പേസിലായിട്ട് ഓരോരുത്തർ ഇതൊക്കെ ഉണ്ടല്ലേ, ദൂരത്ത് അവിടെ സിറ്റിയിലെ ലൈറ്റ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദൂരത്ത് ആ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് അവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് മെല്ലെ താഴോട്ടേക്ക് ഇറങ്ങി. കാരണം എവിടെയെങ്കിലും ഒന്ന് ടെൻ്റ് അടിച്ച് അവിടെ താമസിച്ചാലോ എന്നുള്ളൊരു പ്ലാനായി കുറച്ച് കഴിഞ്ഞപ്പം. അപ്പം നമ്മൾ മേലെ അതിന് പറ്റിയൊരു സ്ഥലമൊന്നും കാണാത്തത് കൊണ്ട് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി. താഴത്തൊരു പാർക്കുണ്ട്, അവിടെയാണ് പിന്നെ നമ്മളൊരു സ്പേസ് കണ്ടുപിടിച്ചത്. അവിടെ പിന്നെ താഴത്തെത്തിയപ്പോഴും ആ പാർക്ക് നിറയെ ആളുകളാണ്. അവർ ഇപ്പം ഈ അറബ്സ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ പല സ്ഥലത്തായിട്ട് ഫുഡും ഫാമിലിയും ഒക്കെ ആയിട്ട് കുറേ പേരിരിക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരും ഇല്ലാത്തൊരു സ്പേസിൽ വന്ന് ഒരു ടെൻ്റ് അടിച്ചു. സമയം അപ്പോഴത്തേക്ക് തന്നെ 2 മണി 2:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടെൻ്റ് അടിച്ചു അവിടെ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ എണീറ്റു. അവിടെ നിന്ന് പിന്നെ മെല്ലെ പാക്കപ്പ് ചെയ്തു ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത് നല്ല വ്യൂ ഉള്ള സ്ഥലമായിരുന്നു. അവിടെ മലകൾ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പച്ചപ്പുള്ള പാർക്കും ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. മക്കളെല്ലാവരെയും വണ്ടിയിലേക്ക് കയറ്റി അവിടെ നിന്ന് മെല്ലെ പുറപ്പെട്ടു. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ആ ഒരു ലൊക്കേഷനിൽ നിന്ന് പിന്നെ തിരിച്ചു പോരാണ്. കുറച്ച് ദൂരമുണ്ട് നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരു 2 hours-ൻ്റെ അടുത്ത് 1.5 2 hours-ൻ്റെ അടുത്ത് ഡ്രൈവ് ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാക്കപ്പായി. ഇപ്പം പോകുന്ന വഴിയിൽ ഞങ്ങൾ പിന്നെ കുറച്ച് ഡ്രൈവേഴ്സിനെ കണ്ടു കേട്ടോ, റൈഡേഴ്സ്. ഇപ്പം ക്ലൈമറ്റ് അത്യാവശ്യം നല്ലതായത് കാരണം കുറേ റൈഡേഴ്സ് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് വലിയ ബൈക്കൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ കുറച്ച് ടീം പോകുന്നത് കണ്ടു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ വീട്ടിലെത്തി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബൈ.